പ്രമുഖ പരിസ്ഥിതി ശാസ്ത്രജ്ഞൻ ഡോക്ടർ മാധവ് ഗാഡ്ഗിൽ അന്തരിച്ചു. വാർദ്ധക്യസഹജമായ അസുഖങ്ങളെ തുടർന്നാണ് അന്ത്യം. പ്രയാഗിലെ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു. വിട പറഞ്ഞത് പശ്ചിമഘട്ട സംരക്ഷണത്തിന്റെ ശബ്ദമായി മാറിയ പരിസ്ഥിതി പ്രവർത്തകനാണ്. വിവരങ്ങൾ നൽകാൻ ഐസൺ ജോസ് ഉണ്ട്. ഐസൺ, നമുക്കറിയാം, ചിലരുടെ വാക്കിനെ വകവയ്ക്കാതിരുന്നാൽ പിന്നീട് അതിന് നൽകേണ്ടി വരിക വലിയ വിലയാണ്. ആദ്യം തള്ളിപ്പറഞ്ഞവരൊക്കെ ഒടുവിൽ ശരിയെന്ന് മനസ്സിലാക്കി മാറ്റിപ്പറയും. ഈ ഒരു കാര്യം യക്ഷാത്രത്തിൽ സംഭവിച്ചതാണ് മാധവ് ഗാഡ്ഗിലിന്റെ കാര്യത്തിൽ. പശ്ചിമഘട്ടം തകർക്കപ്പെട്ടു എന്ന് അദ്ദേഹം പറഞ്ഞപ്പോൾ പലരും ചെവിക്കൊണ്ടില്ല. പിന്നീട് നമ്മൾ കണ്ടു കേരളം കാത്തിരുന്ന ദുരന്തം, എത്ര കാഴ്ചകൾ, അല്ലേ? തീർച്ചയായും അമൽ, പശ്ചിമഘട്ടം തകർക്കപ്പെട്ടു അല്ലെങ്കിൽ പൂർണ്ണമായും തകർന്നു, ഏറെ ദുർബലമാണ് പശ്ചിമഘട്ടത്തിൻ്റെ അവസ്ഥ, അതിദയനീയമാണ് എന്ന വാക്കുകൾ തന്നെയാണ് അദ്ദേഹം ഉപയോഗിച്ചത്. തീർച്ചയായും നമുക്കറിയാവുന്നതാണ്, അതിദയനീയമായ ഒരവസ്ഥയിലാണ് പശ്ചിമഘട്ടം എന്ന തിരിച്ചറിവ് കൃത്യമായി നമുക്കുണ്ടായത് അദ്ദേഹത്തിൻ്റെ പഠന റിപ്പോർട്ടിന് ശേഷമാണ്. അതിൽ നിരവധിയായ ക്വാറികളും അതുപോലെ തന്നെ വനനശീകരണവും വലിയ തോതിൽ ഈ പ്രശ്നത്തെ അതിഗംഭീരമായ ഒരു വിഷയമായി ഉയർത്തിക്കൊണ്ടുവരുന്ന ഒരു സാഹചര്യത്തിലായിരുന്നു ഈ ഗാഡ്ഗിൽ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വരുന്നത്. സുപ്രീം കോടതി നിർദ്ദേശപ്രകാരം ഇത്തരത്തിലൊരു പശ്ചിമഘട്ട വിദഗ്ധ സമിതി, പരിസ്ഥിതി വിദഗ്ധ സമിതിയെ നിയോഗിക്കണമെന്ന റിപ്പോർട്ട് നൽകുകയും അത് ഗാഡ്ഗിലിൻ്റെ നേതൃത്വത്തിൽ ആ റിപ്പോർട്ട് പഠനം ആരംഭിക്കുകയും ആ റിപ്പോർട്ട് നൽകുകയുമായിരുന്നു. ആ റിപ്പോർട്ടിലാണ് അതീവ ഗുരുതരമായ വിഷയങ്ങളുണ്ട് എന്ന് മനസ്സിലാക്കാൻ സാധിച്ചത്. നമുക്കറിയാവുന്നതാണ്, ഭാരതത്തിൽ നിലനിൽക്കുന്ന പരിസ്ഥിതി സംരക്ഷണ നിയമത്തിൻ്റെ പരിധിയിൽ നിന്നുകൊണ്ട് മാത്രമാണ് ഗാഡ്ഗിൽ റിപ്പോർട്ടെന്ന് പല നിയമവിദഗ്ധരും ചൂണ്ടിക്കാട്ടിയിരുന്നു. നമുക്കറിയാവുന്നതാണ്, അദ്ദേഹം തന്നെ പലതവണ പറഞ്ഞിട്ടുണ്ട്, പരിസ്ഥിതി സംരക്ഷണ നിയമവുമായി, ഭാരതത്തിലെ നിലവിലുള്ള പരിസ്ഥിതി സംരക്ഷണ നിയമവുമായി ബന്ധപ്പെട്ട നിർദ്ദേശങ്ങളല്ലാതെ എന്തെങ്കിലും ഒരു നിർദ്ദേശം ഉണ്ടെങ്കിൽ അത് മുഴുവൻ തള്ളിക്കളയാവുന്നതാണ് എന്നൊരു നിലപാടാണ് അദ്ദേഹം എടുത്തത്. അതുകൊണ്ട് തന്നെ നിയമപരമായിരുന്നു അദ്ദേഹത്തിൻ്റെ നിലപാടുകൾ എന്നത് വ്യക്തമാവുകയുമാണ്. അത് 50 വർഷത്തിന് മുമ്പുണ്ടായ പരിസ്ഥിതി സംരക്ഷണ നിയമത്തെ കൃത്യമായി ഇംപ്ലിമെൻറ്റ് ചെയ്താൽ ഈ പ്രശ്നം ഉണ്ടാകില്ലായിരുന്നു എന്നും അദ്ദേഹം സൂചിപ്പിക്കുന്നുണ്ടായിരുന്നു. അതിൽ നിരവധിയായ വിഷയങ്ങളുണ്ട്. അതിൽ പശ്ചിമഘട്ട സംരക്ഷണ അതോറിറ്റി രൂപീകരിക്കണമെന്നൊരു നിർദ്ദേശമുണ്ടായിരുന്നു. ആ പശ്ചിമഘട്ട സംരക്ഷണ അതോറിറ്റി എന്ന് പറയുന്നത് കേവലം ഏതെങ്കിലും ഉദ്യോഗസ്ഥരുടെയോ ശാസ്ത്രജ്ഞരുടെയോ ഒരു നിയന്ത്രണത്തിലുള്ള ഒരു ബ്യൂറോക്രാറ്റിക് റെജിമെൻ്ററി മെത്തേഡ് അല്ല എന്നൊരു യാഥാർത്ഥ്യമായിരുന്നു. മറിച്ച് ഓരോ പഞ്ചായത്ത് അംഗങ്ങളും, അതായത് പശ്ചിമഘട്ടത്തിൻ്റെ പരിസരത്തുള്ള ഓരോ പഞ്ചായത്തിലെ അംഗങ്ങൾ ഉൾപ്പെടെ അക്കാര്യത്തിൽ ഭാഗമാവുക, അങ്ങനെയുള്ള MP വരെ, പഞ്ചായത്ത് അംഗങ്ങൾ മുതൽ MP വരെ, പ്രധാനമന്ത്രി വരെ ഭാഗമാകുന്ന വലിയ വിശാലമായ കാഴ്ചപ്പാടോടെ പ്രവർത്തിക്കുന്ന ജനകീയ സ്വഭാവമുള്ള പരിസ്ഥിതി സംരക്ഷണ സംവിധാനമായാണ് വെസ്റ്റേൺ ഗാട്സ് സംരക്ഷണ അതോറിറ്റിയെ, പശ്ചിമഘട്ട സംരക്ഷണ അതോറിറ്റിയെ അദ്ദേഹം വിഭാവനം ചെയ്തത്. പല തരത്തിലുള്ള പശ്ചിമഘട്ട സംരക്ഷണം എന്ന് പറയുന്ന ക്വാറികളും അതുപോലെ തന്നെ മറ്റു പ്രശ്നങ്ങളുമൊക്കെ അദ്ദേഹം ചൂണ്ടിക്കാട്ടിയിരുന്നു. നമുക്കറിയാവുന്നതാണ്, അദ്ദേഹം പറഞ്ഞ ഇടങ്ങളിൽ മാത്രം, അതായത് ശാസ്ത്രീയ അടിത്തറയായിരുന്നു അതിനുണ്ടായിരുന്നത്. അദ്ദേഹം പറഞ്ഞ ഇടങ്ങളിലാണ് 2018 ഉരുൾപൊട്ടിയത്, 2019 പൊട്ടിയത്, പിന്നീട് അങ്ങോട്ടുണ്ടായിരുന്ന കൂട്ടിക്കൽ ദുരന്തമാകട്ടെ, മറ്റു ദുരന്തങ്ങളാകട്ടെ, കവളപ്പാറ ദുരന്തമെല്ലാം തന്നെ ഇതെല്ലാം ഉരുൾപൊട്ടൽ സാധ്യത വളരെയധികമുള്ള മേഖലകളെന്ന് കൃത്യമായി ഗാഡ്ഗിൽ വരച്ചു കാട്ടിയ പ്രദേശങ്ങളാണ് ഉരുൾപൊട്ടി വീണത് എന്നതാണ് അദ്ദേഹത്തിൻ്റെ ശാസ്ത്രബോധ്യത്തിൻ്റെ മഹത്വം തിരിച്ചറിയിക്കുന്നൊരു കാര്യം. അദ്ദേഹം കേവലം ഒരു പരിസ്ഥിതി ശാസ്ത്രജ്ഞൻ എന്നതിനപ്പുറം വലിയൊരു മൃഗസ്നേഹി കൂടിയായിരുന്നു. നമുക്കറിയാവുന്നതാണ്, അദ്ദേഹം ആനത്താരകളെക്കുറിച്ചുള്ള പഠനം നടത്തുന്നതിന് വേണ്ടി അദ്ദേഹത്തിൻ്റെ യൗവനകാലത്ത് കാട് കയറിയ മനുഷ്യനാണ് അദ്ദേഹം. അതായത് കാടുകളിലായിരുന്നു അദ്ദേഹം ആനകളെക്കുറിച്ച് നേരിട്ട് പഠിക്കാനായി എത്തുകയും അന്ന് വരെ ഉണ്ടായിരുന്ന പഠനങ്ങൾക്ക് വിപരീതമായ ഒരു എലഫന്റ് സർവേയിലേക്ക് അദ്ദേഹം പോവുകയും ചെയ്തത്. അത്തരത്തിലുള്ള നിരവധിയായ വിഷയങ്ങൾ, ആന നിറഞ്ഞു നിൽക്കുന്ന കാടിൻ്റെ പാരിസ്ഥിതിക പ്രാധാന്യം കൃത്യമായി അദ്ദേഹം ബോധ്യപ്പെടുത്താൻ ശ്രമിക്കുകയും അതിനുവേണ്ടി ആനത്താരകളെ, അതായത് ആനക്കൂട്ടങ്ങൾ മെർജ് ചെയ്യുന്ന പ്രദേശങ്ങളെ കൃത്യമായി കണ്ടെത്താൻ ഉള്ള നീക്കങ്ങൾ നടത്തുകയും പല ആനത്താരകളും നോട്ടിഫൈ ചെയ്യുകയും, നമുക്കറിയാവുന്നതാണ്, വയനാടൊക്കെയുള്ള ഷാനമംഗലം, ചേകാടി എന്നൊക്കെ പറയുന്ന പ്രദേശങ്ങളിലെ ആനത്താരകൾ രേഖപ്പെടുത്താനുള്ള സൂചനകൾ ലഭിച്ചതും അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്നാണ്. അത്തരത്തിൽ പരിസ്ഥിതി ശാസ്ത്രജ്ഞൻ എന്നതിനപ്പുറം ഒരു മൃഗസ്നേഹി കൂടിയായിരുന്നു. മൃഗങ്ങളെ നിലനിർത്തുക, ഫ്ലോറ ആൻഡ് ഫോണ സംരക്ഷിക്കുക എന്ന ഒരു കൃത്യമായ ആശയമായിരുന്നു അദ്ദേഹത്തിൻ്റെ ജീവിത വീക്ഷണം എന്നതാണ്, ഒരു ജനാധിപത്യ ബോധ്യവും അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു എന്നതാണ് അതിൻ്റെ യാഥാർത്ഥ്യം. അമൽ, യെസ്, ദി ചാമ്പ്യൻ ഓഫ് ദി എർത്ത്, ഭൂമിയുടെ ചാമ്പ്യൻ എന്ന് UN അംഗീകരിച്ച ഡോക്ടർ മാധവ് ഗാഡ്ഗിൽ പശ്ചിമഘട്ട സംരക്ഷണത്തിനായി വിട്ടുവീഴ്ചയില്ലാത്ത പോരാട്ടം നയിച്ച വ്യക്തിയാണ് വിടവാങ്ങിയത്. വിവരങ്ങൾ നൽകുകയായിരുന്നു ഐസൺ ജോസ്.